നിങ്ങൾ പിന്നെ പറഞ്ഞാൽ മതി, സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോകണം. എനിക്ക് മാതൃഭൂമി വിളിച്ച പ്രകാരം നിങ്ങൾ വിളിച്ച ചർച്ചയ്ക്ക് വന്നത് ഇറങ്ങി പോണം ഹേ എന്ന്. എന്താ രാമേന്ദ്ര പ്രശ്നം? ഒരു ഊരാക്കുടുക്കിലേക്ക്, അഴിക്കാൻ കഴിയാത്ത പ്രശ്നത്തിലേക്ക് നീങ്ങി കഴിഞ്ഞോ ഇതിനോടകം? ഒന്ന് പോടോ. ഒന്നുമില്ല അഭിലാഷ്, കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്, പാർലമെന്റിൽ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് പല അവസരത്തിലായിട്ട്. പക്ഷേ ഈ ചർച്ച നടക്കരുതെന്നും ഈ സമരം നീണ്ടുപോകണമെന്നുള്ളതും കുറെ ആൾക്കാരുടെ അജണ്ട മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അങ്ങ് സൂചിപ്പിച്ചു ജൂൺ മാസം 20-ാം തീയതി നടന്ന അക്രമം. ഇന്ന് കൊച്ചിയിൽ ഞങ്ങളുടെ പാർട്ടിക്കാരൊന്നുമല്ല, SFIയുടെ പിള്ളേർ സമരം ചെയ്തു. എങ്ങനെയാണ് നേരിട്ടത് സമരത്തെ? ഇവിടുത്തെ VD സതീശന്റെ ഗവൺമെന്റ്, കോൺഗ്രസ് പാർട്ടിയുടെ ഗവൺമെന്റ് അവിടെ നേരിട്ടത് ഷെല്ലുകൾ വെച്ചിട്ടല്ലേ നേരിട്ടത്? അപ്പോ ഡൽഹിയിൽ ഇത്തരത്തിൽ വയലൻസ് ഉണ്ടാക്കുന്നവരെ നേരിടാൻ പോലീസ് ഫോഴ്സ് പ്രയോഗിച്ച സമയത്ത് കുറ്റം, കൊച്ചിയിൽ ചെയ്താൽ അത് കുറ്റമല്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ ഇരട്ടത്താപ്പ് ജനങ്ങൾ മനസ്സിലാക്കുന്നു. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഒരു കൂട്ടം, ഇത് പറയുമ്പോൾ വിഷമമുണ്ട് അഭിലാഷ്, പോകരുത്, ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ ഒരു സ്പെഷ്യൽ നറേറ്റീവ് സെറ്റ് ചെയ്ത് എങ്ങനെയും ഇത്തരത്തിലുള്ള സമരങ്ങളിലൂടെ നരേന്ദ്രമോദി താഴെ ഇറങ്ങും അല്ലെങ്കിൽ നരേന്ദ്രമോദി പുറത്താക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഫേക്ക് റിയാലിറ്റിയിലാണ് മുന്നോട്ട് പോകുന്നത്. നരേന്ദ്രമോദി മാറണം എന്ന് സമരം ചെയ്യുന്ന ആരും ഒന്നും പറയണ്ട, എനിക്കറിയില്ല നിങ്ങളെ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം. അങ്ങ് പേടിച്ചാലോ നരേന്ദ്രമോദിയെ ഇറക്കാനാണ് എന്നൊക്കെ ഭയം അഭിലാഷ്? മഴ പെയ്തിട്ട് നനഞ്ഞിട്ടില്ല, പിന്നെയാണ് മരം പെയ്യും. വിദ്യാർത്ഥികളുടെ ഡിമാൻഡ് നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. രാഹുൽ ഗാന്ധി നരേന്ദ്ര ഷുഡ് റിസൈൻ മോഡി എന്ന് പറഞ്ഞിട്ടില്ലെന്ന് അങ്ങേക്ക് പറയാൻ പറ്റുമോ? രാഹുൽ ഗാന്ധിയുടെ സമരമല്ലല്ലോ, ലൈനിലുണ്ടല്ലോ, പ്രധാനമന്ത്രി ഇന്ന് തെള്ളി പറഞ്ഞില്ലേ? രാഹുൽ ഗാന്ധിയാണല്ലോ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെയോ ആയിരുന്ന രാഹുൽ ഗാന്ധി ഒറ്റക്കെട്ടായി പ്രതിപക്ഷം. നിങ്ങളുടെ റിപ്പോർട്ടർ ശ്രീ ബസന്ത് റിപ്പോർട്ട് ചെയ്യുകയാണ് 12 വർഷത്തിനിടെ ആദ്യമായി ഒറ്റക്കെട്ടായി പ്രതിപക്ഷമെന്ന്. രാഹുൽ ഗാന്ധിയല്ലേ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എവിടെയായിരുന്നു ഈ നീറ്റിൽ സമരം ചെയ്യേണ്ടത്? ഏറ്റവും ക്രൂഷ്യൽ സമയത്ത് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എവിടെയായിരുന്നു? അഭിലാഷ് മോഹൻ അറിയോ? ഈ ഇരിക്കുന്ന കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രതിനിധികൾക്ക് അറിയോ? ഇപ്പോ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായപ്പോൾ നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല, നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മല്. അപ്പോൾ അതിന്റെ മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കാൻ നോക്കുവാണ്. നോക്കൂ, കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് രാഹുൽ ഗാന്ധി എംപിമാരെ സമരത്തിന് കൊണ്ടുപോയത്? ഗാർഗയുടെ വീട്ടിലെ പിറന്നാളിന്റെ കേക്ക് കഴിക്കാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി പറ്റിച്ചേയില്ലേ? ആ VD സതീശന്റെ ഇരുത്ത കാണണമായിരുന്നു, ആ താഴെ ഇരിക്കുന്ന ഇരുത്ത പറ്റിച്ചതല്ലേ രാഹുൽ ഗാന്ധി? വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. അജിത് കൃഷ്ണ ഈ സമരത്തിൽ പങ്കെടുത്ത ആളാണ്. വാങ്ചുക്കിന്റെ ഭാര്യ പോലും കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ സാഹചര്യം. കോൺഗ്രസിന്റെ രാഷ്ട്രീയമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ അങ്ങയിലേക്ക് വരാം. കുറച്ചിലായിരിക്കും. എനിക്ക് കുറച്ച് സമയം നിങ്ങൾ സമയം തരാം, തുടങ്ങിയല്ലേ ഉള്ളൂ. കുഞ്ഞമ്മക്കാന്റെ വയറ്റത്തല്ല തലമണ്ട പൊട്ടിക്കേണ്ട പണിയാണ്. അജിത് കൃഷ്ണ ഈ സമരം ഈ സമരം ഉളുപ്പുണ്ടോടാ? ഇത് ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്നിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ അക്രമത്തിലേക്ക് പോയി എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ശരിക്കും അവിടെ അക്രമം നടത്താനോ അക്രമത്തിന്റെ ഭാഗമാവാനോ CJP തയ്യാറായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ഇത്ര ദിവസത്തിന് ശേഷം ഞങ്ങളുടെ നേരെയാണ് ആദ്യം അക്രമം ഉണ്ടായത്. ഈ നാട്ടിന്റെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോ BJPയുടെ ആള് പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ഇതിനു മുമ്പ് കോൺഗ്രസ്, അതായത് ഇതിനു മുമ്പുണ്ടായ ഗവൺമെന്റ് ഭരിച്ചിരുന്ന സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്രയും വലിയ ചർച്ചയായില്ല? BJPക്കെതിരെ വരുന്നു, നരേന്ദ്രമോദിക്കെതിരെ വരുന്നു. ഇതൊരിക്കലും BJPക്കെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ ഉള്ള ഒരു സമരമല്ല. ഈ സമരം ഈ സിസ്റ്റത്തിനെതിരെയാണ്. पॉलिटिकल पार्टीज हम किसी को नहीं चाहते. ये जो मूवमेंट है, ये मूवमेंट क्यों इतना जोर पकड़ रहा है? क्योंकि ये आम युवाओं की आवाज है. अगर वही पॉलिटिकल पार्टीज के नेता आ जाएंगे तो फिर पॉइंट क्या रहेगा? तानाशाही का अंत हुआ है. बेस्ट. ഇതൊരിക്കലും BJPക്കെതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ ഉള്ള ഒരു സമരമല്ല. ഈ സമരം
ഈ സിസ്റ്റത്തിനെതിരെയാണ്. അതായത് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സിസ്റ്റം, അതായത് ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ സിസ്റ്റത്തിനെതിരെയാണ് CJP സമരം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതൊരു വലിയ സ്റ്റുഡന്റ് മൂവ്മെന്റ് ആയി മാറാൻ പോവുകയാണ്. ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള രാജ്യം ഒറ്റക്കെട്ടായി നടത്തുന്ന ഒരു പോരാട്ടത്തിനാണ് ഇന്ന് ആവേശകരമായി രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കലക്കി എത്ര കാലമായി സഖാവേ നമ്മളൊരു കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് രോമാഞ്ചം കണ്ട പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ച്, സ്റ്റിയർ ഗ്യാസുകൾ ഉപയോഗിച്ച്, ഏതെല്ലാം മാരകായുധങ്ങൾ ഉപയോഗിക്കാമോ ആ മാരകായുധങ്ങളെല്ലാം ഉപയോഗിച്ച് അവിടെ ഒത്തുകൂടിയ പ്രതിഷേധക്കാർക്കെതിരെ അതിഭീകരമായ മർദ്ദനം നടത്തി. തിന്നോളം നടന്ന എല്ലാ സമരങ്ങളെയും എങ്ങനെയാണോ നേരിട്ടത് ആ മാതൃകയിൽ തന്നെ ഈ സമരത്തെ നേരിടാമെന്നാണ് ഇവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ നിനക്ക് എന്താണ്? ഇപ്പോൾ ജോൺ ബ്രിട്ട സാർ കൂടി ചേരുന്നുണ്ട്, നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. വന്ന് അടുത്ത കോമഡി. ഇപ്പോൾ ഇങ്ങനെ ഒരു സമരമായിട്ട് ഈ ഒരു വേദിയിലേക്ക് എത്തേണ്ടി വന്ന സാഹചര്യം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആക്രമിച്ച് അവരെ ജന്തർമന്ത്രം തുരത്താനും വേണ്ടി അവരെ പിടിച്ച് ജയിലിടാനും വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. ഇവിടെ ആശാ വർക്കർമാർ എത്ര ദിവസം, എത്രയോ നാളുകൾ അവരിവിടെ സമരമിരുന്നു. മഴയും വെയിലും കൊണ്ട് മുടി മുറിച്ചവരില്ലേ, ഇവരൊക്കെ ആ സമയത്ത് എവിടെയായിരുന്നു? ഇരിക്കുന്ന കാര്യമല്ലേ PSCയിലെ അഴിമതി. PSC ഉദ്യോഗാർത്ഥികൾ മുട്ടിലിഴഞ്ഞത് ഇവരാരും കണ്ടില്ലായിരുന്നോ? മണ്ണ് വാരി തിന്നത് ഇവരാരും കണ്ടില്ലായിരുന്നോ? നിങ്ങൾക്ക് എന്തിന്റെ കേടാ? ഇവിടെ വേറെ പ്രശ്നമില്ലാത്തതാണ് നിങ്ങൾ പഞ്ചാബിലേക്ക് പോയത്. സഖാവ് ആർക്കെങ്കിലും ഒക്കെ എതിരെ എന്നും സമരം ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ സമരങ്ങളെയെല്ലാം വലിയ രീതിയിൽ അടിച്ചൊതുക്കിക്കൊണ്ട് ഈ സമരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ രാജ്യത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ആത്മാഭിമാനത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോഴും അതിനെ എങ്ങനെ ഈ BJP-കാരായിട്ടുള്ള ആളുകൾക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്നു? പേപ്പറുകൾ പ്രിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രിന്റ് ചെയ്യുന്നതിന്റെ ഉറവിടം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകാം, ഇത് നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്തിൽ നിന്നാണ് ഇതിന്റെ ആരംഭം. SFIയുടെ പ്രതിനിധി അദ്ദേഹം ഇവിടെ ഇരുന്ന് പറഞ്ഞത് മൊത്തം അദ്ദേഹത്തിന്റെ സംഘടന കഴിവുകളില്ലേ. ഒരു കാലത്ത് ഈ രാജ്യം അഭിമാനത്തോടെ കണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവ് വന്നിരുന്ന CJP വാഴ്ത്തുപാട്ട് പാടുകയാണ്. നിങ്ങൾ എവിടെയായിരുന്നു സാർ ഇത്രയും കാലം? നിങ്ങൾ എന്താണ് നീറ്റ് വിഷയം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പൊ CJP ചെയ്യുന്ന സമരത്തിന് വാഴ്ത്തുപാട്ട് പാടുന്നതിനപ്പുറത്ത് ഈ വിഷയം ഏറ്റെടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിഞ്ഞ 10-45 ദിവസക്കാലം അല്ലെങ്കിൽ 2 മാസക്കാലം നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? സ്വയം പരിശോധിക്കാൻ SFIയുടെ സംസ്ഥാന നേതാവ് തയ്യാറാകണം. ഇവിടെ വന്നിരുന്ന് നിങ്ങൾ വാഴ്ത്തുപാട്ട് CJP പാടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ പല്ലുകുത്തി മണപ്പിക്കുകയാണെന്ന് ശിവപ്രസാദ് ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ അതിനപ്പുറത്ത് വേറൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂറ മലമങ്കി. ഞാൻ അതിനപ്പുറത്ത് വേറൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, KSU നേതാവിന്റെ ആരോപണം എന്ന് പറഞ്ഞു ഈ കാര്യങ്ങൾ ചോർച്ച ഉണ്ടായത് ഗുജറാത്തിൽ നിന്നാണ്. അപ്പൊ അങ്ങ് ഈ വിഷയം പഠിക്കാതാണ് വന്നിരിക്കുന്നത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. നിങ്ങളുടെ സഖ്യകക്ഷിയായ ജാർഖണ്ഡ്, അവിടെ ഒയാസിസ് പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പാള് എൻസാഹുൽ ഹക്ക്, ഇന്ത്യാസ് ആലം, റോക്കി എന്ന് വിളിക്കുന്ന രാകേഷ് രഞ്ജൻ, ഇവരാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ. SBIയുടെ ലോക്കറിൽ നിന്ന് ചോദ്യപേപ്പർ എടുക്കാൻ പോയപ്പോഴാണ് ഈ സാധനം ലീക്ക് ചെയ്യുന്നത്. അത് കൂടാതെ പൂനെയിലിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയ, അപ്പൊ ഇത് വ്യവസ്ഥയുടെ പ്രശ്നമല്ല, ചില വ്യക്തികൾ നടത്തിയ മോഷണമാണ്. അതുപോലും പറയാതാണ് നിങ്ങൾ വെറുതെ ഇത്തരത്തിൽ ഈ രാജ്യത്തിലെ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി ഈ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. അഭിലാഷ് ചോദിച്ച ചോദ്യം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, പരിഹരിക്കേണ്ട വിഷയങ്ങളാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, മെയ് മാസം 3-ാം തീയതി ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ മെയ് മാസം 12-ാം തീയതി ക്യാൻസൽ ചെയ്തു. ജൂൺ മാസം 21-ാം തീയതി റീ എക്സാം നടത്താൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എടുത്ത ശ്രമങ്ങൾ നമുക്ക് കണ്ടിൽ നടിക്കാൻ സാധിക്കുമോ അഭിലാഷെ? എന്തുമാത്രം ശ്രമങ്ങൾ നടത്തിയിട്ടാണ് ഈ പറയുന്ന രാജ്യത്തിന്റെ സൈന്യത്തെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറ്റമറ്റ രീതിയിൽ നടത്താൻ തയ്യാറായി. ഇതവൻ കൊണ്ടുപോയിട്ടാ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നീറ്റ് പരീക്ഷയിൽ ഉന്നത മാർക്ക് വാങ്ങിച്ച കുട്ടികളുടെ വീട്ടിൽ പോയിട്ട് അവരെ ആദരിക്കാൻ വേണ്ടിയിട്ട് ആർക്കും നീറ്റ് പരീക്ഷയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. മേലിൽ ഇത് ആവർത്തിക്കരുത് എന്നുള്ളത് BJPയുടെ ആവശ്യമാണ്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പാർലമെന്റിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ, കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുമ്പോൾ തുടർച്ചയായി പാർലമെന്റ് സ്തംഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാടല്ലേ ഈ നാട്ടിലെ പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴല്ലേ പ്രതിപക്ഷം സമരം എന്ന് പറഞ്ഞ് ഇത്തരത്തിലൊരു മൂവ്മെന്റ് ഉണ്ടായപ്പോൾ അതിന്റെ മുമ്പിൽ കയറിയെന്ന് എന്റേതാണിതെല്ലാം, ഞാനാണിതെല്ലാം കാണിക്കാനല്ലേ നിർത്തുന്നത്? എന്നിട്ടും സമരം ചെയ്യാൻ വേണ്ടിയിട്ട് MP-മാരെ പറ്റിച്ച് വിളിക്കേണ്ടി വന്നില്ലേ രാഹുൽ ഗാന്ധിക്ക്? ഒരു ഗുണവുമില്ല, ഉപദ്രവിക്കുന്ന അല്പം കുറച്ചുകൂടെ. കാർഗയുടെ കേക്ക് കഴിക്കാന്ന് പറഞ്ഞല്ലേ വിളിച്ചോണ്ട് പോയത്? ഇന്ന് മീറ്റിംഗ് കൂടാൻ പറഞ്ഞല്ലേ വിളിച്ചോണ്ട് പോയത്? ഒരു കഴിവുകെട്ട പ്രതിപക്ഷ അത് സ്ഥിരമായിട്ട് പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ. കഴിഞ്ഞ 10-15 ദിവസം എവിടെയായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പോലും അറിയത്തില്ല, കോൺഗ്രസ് പാർട്ടിക്ക് പോലും അറിയത്തില്ല.
ആരെയാണ് അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നത്? രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 15 ദിവസം എവിടെയായിരുന്നു? ഏറ്റവും ക്രൂഷ്യൽ ടൈമിൽ നടത്തേണ്ടത് അദ്ദേഹത്തിന്റെ ചത്രോൺ കി ഗൂഞ്ച് പോലും മാറ്റിവെച്ചത് വിട്ട് അദ്ദേഹം എന്ത് ജോലി തീർക്കാനായി വിദേശത്ത് പോയത്? അപ്പൊ ഇതൊന്നും ഇവർ രാഷ്ട്രീയം കളിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വേഷം കെട്ട് നടത്തിയത്. ചുരുക്കി പറഞ്ഞ നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അല്ലേ? ഇന്നത്തെ അതിഭീകരമായി അടിച്ചമർത്തുക തന്നെയാണ് ഭരണകൂടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെക്ഷലി ഹരാസ് ചെയ്യുന്ന തരത്തിലടക്കമുള്ള നിയമവിരുദ്ധമായ ഗുണ്ടാപ്പണിയാണ് ഡൽഹി പോലീസും RSSന്റെ ഗുണ്ടകളും ചേർന്ന് നടത്തിയത്. പഴയ ബിൽഡിംഗ് തള്ളി മറിച്ചിടരുത്. നിങ്ങൾ പിന്നെ പറഞ്ഞാൽ മതി. ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. RSS പ്രവർത്തകർ ഈ സമരത്തിന് അടിച്ചമർത്താൻ വന്ന തെളിവ് നിങ്ങളുണ്ടോ? പ്രമോദ് പുഴങ്കര അങ്ങനെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ സംസാരിച്ചാൽ മതി. ഒരു ചർച്ചയ്ക്ക് ജനാധിപത്യപരമായി സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോകണം. നിങ്ങളുടെ കയ്യിൽ എന്താണ് തെളിവുള്ളത്? നിങ്ങളുടെ കയ്യിൽ ഈ രാജ്യത്ത് കോടതിയില്ലേ? ഇങ്ങനെ RSSന്റെ ഏതെങ്കിലും പ്രവർത്തകര് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ സമരത്തെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നേരിടാൻ വേണ്ടിയിട്ട് പോലീസിന്റെ യൂണിഫോമിലോ അല്ലാതെയോ കടന്നു കയറിയിട്ടുണ്ടോ? നിങ്ങളുടെ അതിന്റെ ഫോട്ടോഗ്രാഫ് ഉണ്ടോ? വെറുതെ വന്നിരുന്നിട്ട് പ്രബോധം ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. യൂണിഫോം ഇട്ട പോലീസുകാർ ആക്രമിച്ചിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസ് ഒക്കെ വളരെ എവിഡന്റ് ആണ്. യൂണിഫോം ഇട്ട പോലീസുകാരല്ല രാഹുലിന്റെ ചർച്ചാ വിഷയം. മനുഷ്യനോ കഴുതിയോ RSS ആക്രമിച്ചത് രാഹുലിന്റെ അഭിപ്രായം ഉണ്ടോ? പ്രമോദ് പുഴങ്കരയുടെ കൂട്ട് വീട്ടിലിരിക്കുമല്ലോ. രാഹുൽ പഞ്ചാബിലല്ലേ? RSS ആക്രമിക്കാൻ ഇറങ്ങിയിട്ടുണ്ടോ അവിടെ? ഇതേപോലെ തലച്ചോറ് വാടക കൊടുക്കുന്ന ഈ പ്രമോദ് മേലാൽ BJP പ്രതികളെ ചർച്ചയ്ക്ക് വിളിക്കരുത്. ഞാൻ അയാളെ മറക്കുന്നതും വന്നില്ല. മാതൃഭൂമി വിളിച്ച പ്രകാരം നിങ്ങൾ വിളിച്ച ചർച്ചയ്ക്ക് വന്നത് ഇറങ്ങി പോണം ഹേ എന്ന് പറയാൻ അയാൾക്ക് അനുവാദമില്ല. ഈ നാട്ടില് രാഷ്ട്രീയ ചർച്ച ചെയ്യുമ്പോൾ ഇതേപോലുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഊളകളോട് വർത്താനം പറയാൻ ശരി. തർക്കം വേണ്ട. വളരെ നന്ദി. എല്ലാവർക്കും വളരെ നന്ദി. സൂപ്പർ.